കണ്ണൂരിൽ CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ PP ദിവ്യയെ തല്ലിയും തലോടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദിവ്യ ഒറ്റ ദിവസം കൊണ്ടുണ്ടായ നേതാവല്ലെന്നും ഒരാളെ അവസാനിപ്പിക്കാനല്ല സംഘടനാ നടപടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതേസമയം പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിനെയും EP ജയരാജനെയും പിണറായി വിജയൻ വിമർശിച്ചു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തുടരും. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, വൈകിയെത്തിയ പ്രേക്ഷകർക്കായി ഇതുവരെ നടന്ന CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളൊന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കൂ അർജുൻ. അരുൺകുമാർ, അതായത് ഇന്നലെ 54 പ്രതിനിധികൾ നടത്തിയിട്ടുള്ള ചർച്ചയ്ക്കാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MV ജയരാജനുമാണ് ഈ ചർച്ചയ്ക്കുള്ള മറുപടി പ്രതിനിധികളോട് നൽകിയിട്ടുള്ളത്. ആ ചർച്ചയുടെ ഭാഗമായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്, ചില വിമർശനങ്ങളാണ് ഇപ്പോൾ വാർത്തയായി പുറത്തേക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് PP ദിവ്യക്കെതിരായി മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് ആധ്യാത്മരാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ഒരു വിമർശനമാണ്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്നുള്ള കാര്യമാണ് PP ദിവ്യയെ വിമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് ദിവ്യ ഒരു ദിവസം കൊണ്ടുണ്ടായ നേതാവല്ല, ദീർഘകാലത്തെ അനുഭവ പരിചയത്തിലൂടെയാണ് ഓരോ നേതാവും ഉണ്ടാവുന്നത്. സംഘടനാ നടപടി എന്നത് ഒരാളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമല്ല. അതുകൊണ്ട് ആ സഖാവിന് ഇനിയും തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് മറ്റ് വിഷയങ്ങൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരികയും അതിനുള്ള മറുപടി മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതോടൊപ്പം തന്നെ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ നേതൃത്വം നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ, പ്രധാനമായും മുൻ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളാണ് ഈ സമ്മേളനത്തിൻ്റെ ചർച്ചയായി ഉയർന്നു വന്നത്. അതിൽ മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള വിമർശനം ഉദയഭാനുവിലെ രൂക്ഷ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ വിമർശനം അതിരുകടന്നതാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഈ മറുപടി പ്രസംഗത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്നത്. അത്തരമൊരു ജാഗ്രതയില്ലാത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ ഒരു നേതൃത്വം പുലർത്തേണ്ട സമീപനമായിരുന്നില്ല പത്തനംതിട്ട ജില്ലാ നേതൃത്വം സ്വീകരിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് ഈ മറുപടി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതിനു പുറമെ P ജയരാജനെതിരായിട്ടുള്ള വിമർശനവും രൂക്ഷമായിട്ടുള്ള വിമർശനവും മുഖ്യമന്ത്രി ഇന്നലെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ മനു തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ P ജയരാജൻ ഫേസ്ബുക്കിലൂടെ മനു തോമസിനെതിരായി ഒരു നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം അതൊരു പരസ്പരമുള്ള വാക്പോരിലേക്കും പരസ്പരം ഉള്ള ഒരു കലഹത്തിലേക്കും ഒരു വാദപ്രതിവാദത്തിലേക്കുമൊക്കെ കാര്യങ്ങൾ പോവുകയും ചെയ്തിരുന്നു. അക്കാര്യത്തിലും മുഖ്യമന്ത്രി P ജയരാജനെ വിമർശിച്ചിരുന്നു ഈ മറുപടി പ്രസംഗത്തിൽ. അതിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ P ജയരാജൻ്റെ പ്രതികരണം അല്ലെങ്കിൽ P ജയരാജൻ്റെ രീതികളോട് വിയോജിപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് ഫേസ്ബുക്കിൽ നടത്തിയിട്ടുള്ള പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വം അത്തരത്തിലുള്ളൊരു വിശദീകരണം ഇദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ മറുപടി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലുള്ള ചർച്ച ഇതുവരെ നടന്നിട്ടില്ല. ആ ചർച്ച ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകുകയും ചെയ്തത്. ഇതിനെല്ലാം മാറ്റി നിർത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹാസ്യാത്മകമായിട്ടുള്ള ഒരു കാര്യം കൂടി മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നു. അത് ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ള ഒരു പരാമർശമാണ്. അത് EP ജയരാജനായി എതിരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളോട് മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ക്രിസ്റ്റൽ ക്ലിയർ എന്നുള്ളൊരു പ്രയോഗം മുഖ്യമന്ത്രി നടത്തിയത്. അതിൽ സൂചിപ്പിക്കുന്നത് EP ജയരാജൻ ഈ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയും അതിനുശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് അത് തുറന്നു പറയുകയുമൊക്കെ ചെയ്ത സംഭവം ഒരു ജാഗ്രത കുറവുണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സഖാക്കളും എല്ലാ നേതാക്കളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേക്കാറാൻ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ നിലപാടുകളോട് സന്ധി ചെയ്തോ മുന്നോട്ട് പോകുന്നതല്ല എന്നുള്ള നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു വിമർശനവും സ്വയം വിമർശനപരവുമായിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ സമ്മേളനം പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി 11 മണിയോടുകൂടി ജില്ലാ കമ്മിറ്റി ചേരും. ജില്ലാ സെക്രട്ടേറിയറ്റ് അതിന് മുമ്പായി തന്നെ ചേരും. MV ജയരാജൻ തന്നെ സെക്രട്ടറിയായി തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കാണ് അത് ഔദ്യോഗികമായി തന്നെ തീരുമാനിക്കുക. അരുൺ. ഓക്കെ, താങ്ക് യു. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജില്ലാ സമ്മേളനം തുടരുകയാണ്. ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ തന്നെ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.